ഇനി നമുക്ക് ഹരിനാമ കീർത്തനത്തിലെ രണ്ടാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം. ശ്ലോകം ഇതാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് നല്ല ട്യൂണിലൊന്നും ചൊല്ലാൻ അറിയില്ല. ഞാൻ ശ്ലോകം ഒന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് ചൊല്ലുന്നതാണ് കേട്ടോ, എനിക്കറിയാവുന്ന രീതിയിൽ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ, ആ ഒരു ചെറിയ പോർഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എഴുത്തച്ഛൻ പറയുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ്, ബ്രഹ്മം ഒറ്റ സംഭവം ഒന്നേ ഉള്ളൂ. ആ ഒന്നായ നിന്നെ, ബ്രഹ്മത്തെ രണ്ടെന്നു അതായത് പലതായിട്ട് കാണുകയാണ്. രണ്ടെന്ന് പറഞ്ഞാൽ വെറും രണ്ടല്ല ഉദ്ദേശിക്കുന്നത്. ഈ ബ്രഹ്മത്തെ നമ്മൾ പല രൂപത്തിൽ കാണുകയാണ്. അതെങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു, ഓങ്കാരം അഹങ്കാരങ്ങളായിട്ട് മാറി. ഈ അഹങ്കാരങ്ങളാണ് ഈ കാണാവുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന മായാലോകത്തുള്ള സ്ഥൂല സൂക്ഷ്മ ജഡദൃശ്യങ്ങളെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണെന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഈ വസ്തുക്കളായിട്ടൊക്കെ കാണുന്നില്ലേ പ്രപഞ്ചത്തിൽ, മനുഷ്യന്മാരായിട്ട് കാണുന്നു, മൃഗങ്ങളായിട്ട് കാണുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മളുടെ കൺമുന്നിൽ കാണുന്നുണ്ട്, നമുക്ക് അനുഭവിച്ചറിയാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, തൊട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം മായയാണെന്ന് മനസ്സിലാക്കാൻ പക്ഷെ നമ്മൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇതെന്ന് മായയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നോ അന്ന് നമ്മളുടെ ഈ ഫീലിങ്സ് ഒക്കെ മാറും. അല്ലെങ്കിൽ എന്താ, നമ്മൾ സങ്കടം വരുമ്പോഴേക്കും കരയുന്നു, സന്തോഷം വരുമ്പോഴേക്കും ചിരിക്കുന്നു, ദേഷ്യം വരുമ്പോഴേക്കും പൊട്ടിക്കറിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു മായ കൊണ്ടാണ്. ഇനി ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അർജുനനോട് ഭഗവാൻ നേരത്തെ പറഞ്ഞ വിശ്വരൂപ ദൃശ്യം കാണിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താണ്, അർജുന നീ കാണുന്നതെല്ലാം മായയാണ്, ഇതെല്ലാം ഞാൻ നേരത്തെ ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ ഇതെല്ലാം നേരത്തെ സംഭവിച്ചു കഴിഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ, നമ്മളെ അഹങ്കാരങ്ങളായിട്ട് നമ്മൾക്ക് ജീവൻ തന്നതിന് ശേഷം ഈ പ്രപഞ്ചം എന്താണെന്ന് അനുഭവിച്ചറിയാൻ നമ്മളെ വിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്, അതിൻ്റെ ഈ പറഞ്ഞ പുറമേ കാണുന്ന സ്ഥൂലം, പുറമേ കാണുന്നത്, സൂക്ഷ്മം കുറച്ചും കൂടി ഉള്ളിലുള്ളത്, ഈ ജഡദൃശ്യങ്ങൾ, ഈ കാണാവുന്ന തൊട്ടു നോക്കി അറിയാവുന്നതൊക്കെ മാത്രമാണ് ലോകം എന്നാണ് നമ്മുടെ ചിന്ത. പക്ഷെ അതല്ല. ഇനി അതൊന്നുകൂടി നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു വൃക്ഷം എടുക്കുക. നമ്മൾ മലയാള ഭാഷ പഠിച്ചപ്പോഴാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതെ, അതിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സജാതീയം, വിജാതീയം, സ്വഗതഭേദം, സജാതീയ ഭേദം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതായത് ഒരു വൃക്ഷത്തിൽ ഇലയും പൂവും കായും ഉള്ളത് സ്വഗതഭേദം. അതായത് ഒരു വൃക്ഷത്തിൽ തന്നെയാണ് പല സാധനങ്ങളുള്ളത്, അത് ആ വൃക്ഷത്തിന്റെ തന്നെ ഭാഗമാണ്. അടുത്തത് സജാതീയം, ഒരു വൃക്ഷം വേറൊന്നിൽ നിന്നും വ്യത്യസ്തമുണ്ട്, പക്ഷെ ജാതി ഒന്നാണ്. വൃക്ഷം എന്ന ജാതി തന്നെയാണ്, പക്ഷെ മാവല്ല പ്ലാവ്, പ്ലാവല്ല കവുങ്ങ്, അതാണ് സജാതീയം. ഇനി വിജാതി എന്ന് പറയുമ്പോഴോ, വൃക്ഷമല്ല കല്ല്, കല്ലല്ല അഗ്നി, എല്ലാം വ്യത്യസ്തമായി, അതിനെയാണ് വിജാതീയം. ഇവിടെ ഈ പറയുന്നതൊന്നും പ്രപഞ്ചത്തിന് ഭാഗമല്ല. പ്രപഞ്ചം ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഓംകാരം ഒന്നേ ഉള്ളൂ, ബ്രഹ്മം ഒന്നേ ഉള്ളൂ. ഈ വൃക്ഷത്തിലെയും പൂവും കായുള്ള പോലെ, അല്ലെങ്കിൽ ഒരു വൃക്ഷം മറ്റൊരു വൃക്ഷത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പോലെ, അതും അല്ലെങ്കിൽ ഒരു വൃക്ഷം പൂർണ്ണമായും, വൃക്ഷം എന്നല്ല, ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്നതൊന്നും ഈ പറഞ്ഞ ഓങ്കാരത്തിന് അല്ലെങ്കിൽ പരബ്രഹ്മത്തിന് പ്രശ്നമല്ല. ബ്രഹ്മം ഒന്നേയുള്ളൂ. ബ്രഹ്മത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ മായാദൃശ്യങ്ങളും കിടന്ന് കളിക്കുന്നത്. ഇത് ശക്തിയുമായിട്ട് സ്പന്ദിച്ചപ്പോഴാണ്, ശക്തി ഉറങ്ങിക്കിടക്കുകയായിരുന്നു, ബ്രഹ്മത്തിൽ ലയിച്ചു കിടക്കുകയായിരുന്നു. ശക്തിക്ക് സ്പന്ദനം വന്നപ്പോഴാണ് ഈ പറഞ്ഞ അഹങ്കാരങ്ങളൊക്കെ ഉണ്ടാകുന്നതും നമ്മളെപ്പോലെയുള്ള അഹങ്കാരികളൊക്കെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, എഴുത്തച്ഛൻ പറഞ്ഞ ഒന്നായി നിന്നെ, ഒരു ഭേദത്തെയും, നേരത്തെ നമ്മൾ പറഞ്ഞ 3 ഭേദങ്ങൾ, ഇതൊന്നിനെയും അതിനൊക്കെ അപ്പുറത്തേക്കായിട്ട് ഇതൊന്നും ബാധിക്കാതെ, നമ്മൾ നേരത്തെ മുൻപ് പറഞ്ഞ പോലെയാണ്, ഇദ്ദേഹത്തിനൊന്നും ബ്രഹ്മത്തിനൊന്നും ബാധിക്കുന്നില്ല, അതെല്ലാം നോക്കിക്കണ്ട് നിൽക്കുകയാണ്. അതിനും അപ്പുറത്തേക്കുള്ള ആ പരമകാരുണികനായ ഭഗവാനെ അല്ലെങ്കിൽ പരബ്രഹ്മത്തെയാണ് ഒന്നായ നിന്നെ എന്ന് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത്. എഴുത്തച്ഛൻ അത് കണ്ട് പകച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ അതുപോലെയുള്ള ആചാര്യന്മാർ ഒന്നായ നിന്നെ പലതായിട്ട് കണ്ടത് ഞങ്ങളിങ്ങനെ വിഷമിച്ച് എന്താണെന്ന് അറിയാതെ നിൽക്കുകയാണ് ഭഗവാനെ എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാം ഹരിയിലാണ് ചെന്ന് അവസാനിക്കുന്നത്.